ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ഏപ്രിൽ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കാർഷിക രംഗത്തൊക്കെ നേട്ടത്തിന് സാധ്യത, കാർഷിക മേഖലയിൽ നിന്ന് വരുമാനം കണ്ടിരിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്കൊക്കെ ഗുണകരമായ സമയമാണ്. എന്നാൽ നിങ്ങൾക്ക് പരസ്പര വിശ്വാസം കുറയുന്ന സമയം കൂടിയാണ്. അത് ബിസിനസ്സിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും സുഹൃത്ബന്ധത്തിലായാലും നിങ്ങൾക്കൊരു പരസ്പര വിശ്വാസം ഉണ്ടാകത്തില്ല. സമയമൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ആർഭാടങ്ങളും ആഘോഷങ്ങളും നിങ്ങൾ കഴിയാവുന്നതും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നൊക്കെ പിന്മാറുന്നത് നന്നായിരിക്കും. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വിദേശയാത്ര സഫലമാകുന്ന സമയമാണ്. വിദേശയാത്രയൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്നവർക്കൊക്കെ അത് സഫലമാകുന്ന സമയമാണ്. കുടുംബ ബന്ധുക്കളുമായിട്ടൊക്കെ നീരസത്തിനുള്ള ഇട കാണുന്നു. അതുപോലെ തന്നെ ഭൂമി വാങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നവർക്കൊക്കെ യോഗം സഫലമാകുന്ന സമയമാണ്. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കുഴപ്പമൊക്കെ വരാതെ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ബോണ്ടുകളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടതിന് മാത്രം അതൊക്കെ മുതിരുക. ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പല കുഴപ്പങ്ങളിൽ നിന്നൊക്കെ ഒരുവിധം രക്ഷപ്പെടാൻ സാധിക്കും എന്ന് കരുതി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു മനക്ലേശം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾ മുഖാന്തരം ചില ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസമുണ്ട്. നിങ്ങൾ അന്യ സ്ത്രീകളോട് അമിതമായിട്ട് അടുപ്പം തോന്നുന്ന സമയമാണ്. അത് നമ്മുടെ പങ്കാളിക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബജീവിതം താറുമാറാക്കും. അതുപോലെ തന്നെ അപവാദത്തിനും കുടുംബ അസ്വസ്ഥതയ്ക്കുമൊക്കെ ഇത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകാതിരിക്കുക. നിങ്ങൾ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകിയതിൻ്റെ പേരിൽ സുഹൃത്തുക്കളുമായിട്ട് പിണങ്ങേണ്ട സാഹചര്യവും ഈ മാസത്തിൽ കാണുന്നുണ്ട്. സ്വജനങ്ങളുടെ വിരഹം മനസ്സിനെ ദുഃഖഭരിതമാക്കുന്നു. ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോൾ വേണ്ടപ്പെട്ടവരുള്ള ചിലരുടെയൊക്കെ വിരഹം നിങ്ങളുടെ മനസ്സിനെ ദുഃഖഭരിതമാക്കും. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിരാശ സമ്മാനിക്കാനുള്ള ചില സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ചിലരൊക്കെ ലോട്ടറിയിൽ ഭയങ്കരമായിട്ട് ഭാഗ്യം പരീക്ഷിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഒരു പരിധി കൂടുതലൊക്കെ എടുത്ത് പണം പോകാമെന്നല്ലാതെ അതൊന്നും ഇതില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ നിങ്ങളെ തേടിയെത്തിയിരിക്കും. അപ്പോൾ ആവശ്യമില്ലാത്തതിൽ കൂടുതൽ പണം മുടക്കിയുള്ള ഇതുപോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുക. ഈ സമയത്ത് മാതാവിൻ്റെ രോഗം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സമയമാണ്. രോഗാവസ്ഥയിലുള്ള മാതാവിൻ്റെ സ്ഥിതി മൂർച്ഛിക്കാനുള്ള സാധ്യതയും കാണുന്നു. നിങ്ങൾക്ക് ഈ മാസം, അത് ഏപ്രിൽ മാസം അവസാനമൊക്കെ ഈശ്വര ചിന്ത ഭയങ്കരമായിട്ട് കൂടി വരും. നിങ്ങൾക്ക് നിമിടയോഗവും ചന്ദ്രൻ്റെയൊക്കെ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് പല ദുർഘടഘട്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവെ എടുത്ത് പറയേണ്ട, നിങ്ങൾ എടുത്തു ചാടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് നിർത്തിവെക്കുക. സമയം നന്നല്ല. ചില ഗുണഫലങ്ങൾ ഒഴിച്ചാൽ കാലം അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഇപ്പോഴുള്ള മോശ സമയങ്ങളിലൊക്കെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനായിട്ട് ശിവഭഗവാന്റെ കാൽക്കൽ അഭയം പ്രാപിക്കുന്നത് ഗുണകരമായിരിക്കും. ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാ കാര്യങ്ങളും നന്നാവും. അപ്പോൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ശിവഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക. ഭഗവാന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നന്നായി ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത മാസത്തെ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.